ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ എന്താണെന്നറിയോ? നമ്മുടെ കല്യാണ ദിവസമാണോ? ദുരന്തം ഉണ്ടായ ദിവസമല്ല ഞാൻ ചോദിച്ചത്, മിസ് ചെയ്യണതാണ്. കെട്ടുതാലി. അതിപ്പോ ഓൾറെഡി പണയത്തിലാണല്ലോ, പിന്നെ മിസ് ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഡെലിവറി ഡേ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ, ഇപ്പോഴും അതൊരു ട്രോമയാണ്. അപ്പൊ നിന്റെ എല്ലാമായ ഈ ഞാൻ നിങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാനാണ്? എന്നാ പിന്നെ ഒരു ക്ലൂതാ. നിങ്ങൾക്ക് ഒരുപാടുള്ളതും എന്നാൽ എനിക്ക് ഒട്ടും ഇല്ലാത്തതായിട്ടുള്ളൊരു സാധനം. ചിന്തിക്കേണ്ട ആവശ്യം പോലും എനിക്കില്ല. ബുദ്ധി. അതല്ല. നീ ആൻസർ തെറ്റി അടി ഉണ്ടാക്കൂലെങ്കിൽ ഞാൻ പറയാം. ഏയ് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കറിയണ്ട നിന്റെ മിസ്സിംഗ് ഒക്കെ എനിക്ക് എങ്ങനെ അറിയാനാണ്? ഒന്ന് പറഞ്ഞു തോല. എന്റെ ഉറക്കം. എടീ പാതിരാത്രി നീത്തി കിടന്ന് ഉറങ്ങടി. അതിന് വെളുപ്പങ്ങാലം 2 മണിയല്ലേ ആയുള്ളൂ. അത് പാതിരാത്രി അല്ലേ? നിങ്ങൾ ഇങ്ങനെ ഉറങ്ങി നശിപ്പിച്ചോ ജീവിതം. എന്നെ പോലെ നെറ്റ്ഫ്ലിക്സ് വിട്ട് ചിൽ ചെയ്യും. അങ്ങനെ ചില്ല് ചെയ്തോണ്ടെന്ന് രാവിലെ ജോലിക്ക് നിന്റെ അച്ഛൻ പോകൂ. എടി ഇപ്പോഴൊക്കെ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. പിന്നൊരു സമയത്ത് ഉറങ്ങണമെന്ന് വിചാരിച്ചല്ലേ നടക്കൂല. എപ്പോ ഉറങ്ങണം ഉറങ്ങണ്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. 24 മണിക്കൂറിൽ 2 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് ബാക്കി ഫുൾ ടൈം ഞാൻ നെറ്റ്ഫ്ലിക്സ് ചിൽ ചെയ്യും. അല്ലാതെ നിങ്ങളെ പോലെ ഉറങ്ങി തീർക്കാനുള്ളതല്ല എന്റെ ജീവിതം. അറിയാത്ത പിള്ള ചൊറിയാൻ പാറി. അന്നേ ഞാൻ പറഞ്ഞില്ലേ നല്ലപോലെ കിടന്ന് ഉറങ്ങാൻ. അപ്പൊ പുരിയില് ഇപ്പൊ പുരിയത് ഇപ്പോഴേലും പുരിഞ്ചല്ല. ചേട്ടൻ പുതിയ സിനിമ വല്ലതും കണ്ടാ? ഇല്ലടി. നീ ഈ ഒരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ പോയി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ആരും പൊറുക്കൂല. അല്ലെങ്കിലും ഭാര്യയുടെ പോയാൽ കിട്ടുന്ന സന്തോഷമൊന്നും ഫ്രണ്ട്സിൻ്റെ കൂടെ പോയാൽ കിട്ടൂലല്ലോ. നീ എപ്പോഴും ഓക്കെ ആവുന്നോ അപ്പോഴേ എനിക്കിനി എൻജോയ്മെന്റ് ഉള്ളൂ. അളിയ എന്താ നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? നെറ്റ്വർക്ക് എന്ത് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അളിയ നമ്മള് കഴിഞ്ഞ ആഴ്ച ഫ്രീ ടിക്കറ്റിന് സിനിമയ്ക്ക് പോയില്ലേ? എപ്പോ? എടാ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫുള്ള് ഫ്രീ ടിക്കറ്റിനല്ലേടാ സിനിമയ്ക്ക് പോയി. നീ ഇത്രയും പെട്ടെന്ന് മറന്നുപോയാ? ഓർമ്മ കിട്ടില്ല. അങ്ങനെയാണെങ്കിലേ ഈ ആഴ്ച അതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടും. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്ന. സന്തോഷം. എടാ ഇന്ന് രാത്രി 7 മണിക്കാണ് ഷോ. ഇപ്പൊ ഇവിടെ ഒരു ഷോ ഉണ്ട്. ഞാൻ പോയിട്ട് വരട്ടാ. ഇപ്പൊ എന്നെ എടുത്തോണ്ട് പോവാ. ഇനി ഞാനൊന്ന് ഉറങ്ങട്ടെ. നല്ല തലവേദന.